വി പ്രസാദ് നേരത്തെ തിരുവനന്തപുരത്തെ പുരാവസ്തു ഓഫീസ് താലൂക്ക് ഓഫീസിലായിരുന്നു. അവിടെ നിന്ന് ഹൗസിംഗ് ബോർഡിലേക്ക് പ്രസാദ് എത്തിയിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് തൊട്ടു താഴെയുള്ള കെട്ടിടമാണ്. പല ഭാഗങ്ങളും ഇളകിക്കിടക്കുകയാണ്. 6 നില കെട്ടിടത്തിൽ നിരവധി ഓഫീസുകളുമുണ്ട്. ശുചിമുറികളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കണം. ടി വി പ്രസാദ്, പുരാവസ്തുവായി കിടക്കുന്ന താലൂക്ക് ഓഫീസിൽ നിന്ന് ഇപ്പോൾ നേരെ മറ്റൊരിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഹൗസിംഗ് ബോർഡിലാണ്. അവിടെ 6 നില കെട്ടിടമാണല്ലോ. അവിടുത്തെ വിവിധ ഓഫീസുകൾ ഏതൊക്കെയാണ്? അവയുടെയൊക്കെ കെട്ടിടത്തിന്റെ ഒരു സാഹചര്യം എന്താണ്? അപകടാവസ്ഥയിലാണോ എവിടെമെങ്കിലും? അപകടാവസ്ഥയിലായിട്ട് തന്നെയാണ് സുജയ. സെക്രട്ടേറിയറ്റിന് തൊട്ട് താഴെയുള്ള ഹൗസിംഗ് ബോർഡിൻ്റെ ബിൽഡിംഗ് ആണ്. 6 നിലയുള്ള കെട്ടിടമാണ്. നിരവധി മുറികളുള്ള കൂറ്റൻ കെട്ടിടം. ഇവിടെ പ്രധാനപ്പെട്ട നിരവധി ഓഫീസുകളുണ്ട്. അതായത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ പരീക്ഷാ വിഭാഗം, VHSCയുടെ പരീക്ഷാ വിഭാഗം, ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ്, അതുപോലെ ഇൻഷുറൻസ് തുടങ്ങി നിരവധി സർക്കാർ ഓഫീസുകൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനം ഇപ്പോഴും 10ലേറെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വലിയ കാലപ്പഴക്കമൊന്നും ആയില്ലെങ്കിൽ പോലും കെട്ടിടം പൊളിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറേ ഓഫീസിലുള്ളവർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. മുഴുവൻ ഓഫീസുകളും ഇവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യം ശക്തമാണ്. നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ പുറം ഭാഗത്തേക്ക് നോക്കിയാൽ സുജയ, ഈ ഭാഗത്തെല്ലാമുള്ള സീലിങ്ങുകൾ നന്നായി ഇളകി വീണ് തുടങ്ങിയിട്ടുണ്ട്. അതായത് മെയിൻ്റനൻസ് തീരെ നടക്കുന്നില്ല എന്നത് തന്നെയാണ്. കുറച്ചും കൂടി അടുത്തുള്ള ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്കതിൻ്റെ ഒരു ഭീകരത ശരിക്കും മനസ്സിലാവും. അതായത് ഈ കെട്ടിടത്തിൻ്റെ പുറത്തേക്കുള്ള ഭാഗത്തെ ഒരു ഇളകിക്കിടക്കുന്ന ഭാഗം നോക്കാം. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് എല്ലാ ഭാഗത്തുമുള്ളത് ഈ കെട്ടിടത്തിൻ്റെ അകത്ത് എന്നതാണ്. എല്ലാ ഭാഗത്തും ഇതുപോലെ സീലിംഗ് ഇളകി തുടങ്ങി എന്നതാണ്. സീലിങ്ങിൻ്റെ മാത്രം കാര്യമല്ല, പല ഭാഗത്തും അറ്റകുറ്റപ്പണി ശരിയായ നിലയിൽ നടക്കുന്നില്ല എന്നുള്ളതും ഒരു സർക്കാർ കെട്ടിടം അല്ലെങ്കിൽ ഒരു ബോർഡിൻ്റെ കെട്ടിടം എങ്ങനെയാണ് ഗൗരവമില്ലാതെ നോക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. വളരെ മോശമായി ഇതൊക്കെ കിടക്കുന്നു എന്നതാണ്. അതായത് ദ്രവിച്ച് പഴകി ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടും ഇതൊന്നും മാറ്റണമെന്ന് ആർക്കും തോന്നുന്നില്ല. ഇത് കണ്ടില്ലേ, ഒരു ജനലിൻ്റെ അവസ്ഥയാണ്. ഇതൊരു ജനലിൻ്റെ അവസ്ഥയല്ല. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ജനലുകളെല്ലാം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. കെട്ടിടം ഏതാണ്ട് ഈ രീതിയിലാണ് മുഴുവൻ ഭാഗത്തുമുള്ളത് എന്നതാണ്. ഈ ലിഫ്റ്റുകൾ ഒരു ഭാഗത്തെ ഭൂരിപക്ഷവും ഏതാണ്ട് പ്രവർത്തിക്കാത്ത സ്ഥിതിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ശുചിമുറികൾ ഏതാണ്ട് പൂർണ്ണമായും ഉപയോഗശൂന്യമായ നിലയിലുമാണ്. ഇതിൽ 100 കണക്കിന് ഉദ്യോഗസ്ഥന്മാരാണ് ജോലി ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഇതുപോലെ വളരെ മോശമായി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതൊരു സർക്കാർ കെട്ടിടമായതുകൊണ്ട് തന്നെ ആര് എങ്ങനെ അറ്റകുറ്റപ്പണി നടത്തണമെന്നോ എങ്ങനെയാണ് ഇത് നന്നായി കൊണ്ടുപോകണം എന്നോ ഒരു ധാരണയുമില്ലാത്ത രീതിയിലേക്കാണ് ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും. ഈയിടെ ഇളകി വീണ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കണം സുജ. ഈ കാണുന്ന ഭാഗം ഇതിനിടയ്ക്ക് ഇളകി വീണതാണ് എന്നാണ് അല്പസമയം മുമ്പ് ഇവിടുന്ന് ജീവനക്കാർ പറഞ്ഞത്. ജീവനക്കാർക്ക് പരസ്യമായി പറയാൻ പറ്റുന്നില്ല എന്നൊരു പരിമിതിയുണ്ട്. ഇതുപോലെ പല ഭാഗത്തും ഇത് ഇളകി കിടക്കുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരമധ്യത്തിലെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം മാത്രമല്ല, ഇവിടെ ഒരുപാട് കാലങ്ങളായി കിടക്കുന്ന ടയറൊക്കെ പഞ്ചറായി കിടക്കുന്ന കാർ ഇവിടെ കാണാം. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് മൊത്തത്തിൽ ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ. ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥിതിയാണ്. കെട്ടിടം മാത്രമല്ല എന്ന് ചുരുക്കം, എല്ലാ ഭാഗത്തും വലിയ തോതിൽ ഈ കോൺക്രീറ്റ് പാളികൾ ഇളകി കിടക്കുന്നു. ശുചിമുറികൾ മോശമായി കിടക്കുന്നു. ലിഫ്റ്റ് പ്രവർത്തിക്കാത്ത സ്ഥിതിയിലായിരിക്കുന്നു. ഉടൻ മാറ്റണം എന്ന് തന്നെയാണ് പല ഓഫീസുകളും ഇതിനകം തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സുജയ.